നമ്മളെ വേട്ടയാടുന്ന തരത്തിൽ, അതായത് ഉറങ്ങുമ്പോൾ വേട്ടയാടുന്ന തരത്തിലുള്ള പേടിപ്പിക്കലുകൾ, ഇങ്ങനെയൊക്കെ ഉള്ളൊരു നോവലാണ് അത്. അതെ അതെ. പിന്നെ കുറേ ഇടവഴികൾ വെട്ടിയുണ്ടാക്കിയതാണ്. പിന്നെ അതിനെ പറ്റി വീടുകൾ, ചെറിയ ചെറിയ വീടുകൾ ഉണ്ടാക്കിയതാണ്. അപ്പൊ പൊക്കന്റെ വീടൊക്കെ സെറ്റ് ഇട്ടത്, അതിനുള്ളിലേക്ക് എൻ്റെ ഷൂട്ടൊക്കെ എങ്ങനെയോ 10, 18, 19 ലക്ഷം ഓക്കെ ആക്കി. അതിൻ്റെ ഇടയിൽ രഞ്ജി സാർ എന്ന് പറഞ്ഞു, നിനക്കൊരു ചവിട്ട് അത്യാവശ്യമാണ് ചേച്ചി. അപ്പൊ ഞാൻ തിരിച്ചു പറഞ്ഞു, എന്താ അറിയോ, ഒരു ചവിട്ടിന്റെ കുറവ് എനിക്കുണ്ട്, ഒരു ചവിട്ട് ബലായിതാ നിങ്ങളിതാ കണ്ടില്ലേ, മുഖത്ത് നിറയെ പാടുണ്ട്, ഇവനാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു സാധനം ഒന്നായിട്ട് ഒരൊറ്റ പെർഫോമൻസിൽ ഒരു സാധനം ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോ എനിക്ക് വിക്രമനാരാണ് ആദ്യം കൈയടിച്ച്, മരിച്ചുപോയി പാവം, കരിങ്ക ചേച്ചിന്റെ അമ്മാവനാ. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഒരു കയ്യടിയിട്ട് പെട്ടെന്ന് ഒരു വെള്ളക്കാല് മുമ്പിൽ ഞാനിങ്ങനെ തല പൊക്കി നോക്കുന്ന മമ്മൂക്കിയാ എന്റെ തൊട്ട മുമ്പില്. തിരിഞ്ഞു നോക്കുമ്പോ എല്ലാം എണീറ്റ് പോയിട്ട് നമുക്ക് വന്നപ്പോ ഓടിപ്പോയതാ. ഞാനിപ്പോ എന്താ ചെയ്യ ഭഗവാനെ, ഇയാൾ ചിരി ഒന്നും, ഞാൻ പുല്ല് പറിക്കാൻ തുടങ്ങി. ഒരു പിടി ചെയ്യാം, മമ്മൂക്ക് എന്നെ കാണാൻ വരുന്ന ആക്സിഡന്റ് ആയി പോലെ. അപ്പൊ ഞാൻ ഡോറിന്റെ അടുത്ത് വന്നിക്കുക. അപ്പൊ രാജാവ് ഇങ്ങോട്ട് ഇറങ്ങിക്കോളൂ. ഒരു നടൻ എത്രയോ വലിയ ഉയരത്തിൽ, അതായത് മലയോളം ഉയരത്തിൽ ഉള്ള ഒരാള് ചെറിയൊരാൾ അഭിനയിക്കുന്നത് കണ്ടിട്ട് ക്ഷയിക്കുന്നത്, അത്രയും വലിയ സാംസ്കാരിക പ്രവർത്തനം വേറെ ഒന്നുമില്ല. നമസ്കാരം. ചില സിനിമകൾ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്നവയാണ്. അവയാണ് നമ്മൾ ക്ലാസിക്കുകൾ എന്ന് പറയുന്നത്. 2009 റിലീസായ പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിൻ്റെ കഥ ഉറപ്പായിട്ടും മലയാളത്തിൻ്റെ ഒരു ക്ലാസിക് വിഭാഗത്തിൽ പെടുത്താവുന്ന ഒരു സിനിമയാണ്. 2024 14 വർഷങ്ങൾക്ക് ശേഷം പുതിയ സാങ്കേതിക മികവോടെ ആ സിനിമ വീണ്ടും തിയേറ്ററുകളിൽ എത്തുകയാണ്. അപ്പോൾ ആ സിനിമ ഒരുപാട് പ്രത്യേകതകളുള്ള സിനിമയാണ്. ഒരുപാട് നാടക കലാകാരന്മാർ, പുതിയ ആർട്ടിസ്റ്റുകൾ, അവർക്ക് പുതിയൊരു ജീവിതം കൊടുത്ത, പുതിയൊരു വഴി തെളിച്ചു കൊടുത്ത ഒരു സിനിമയാണ് പാലേരി മാണിക്യം. ആ സിനിമയെപ്പറ്റി പറയാൻ നമുക്ക് ഒരുപാടുണ്ട്. നമ്മൾ സംസാരിക്കുന്നതിനേക്കാളും ആ സിനിമയെപ്പറ്റി വളരെ ആധികാരികമായിട്ട് സംസാരിക്കാൻ, ആ സിനിമയിലൂടെ ജീവിതം തുടങ്ങിയ, അതിനു മുൻപും അതിന് പിൻപും ജീവിതം വളരെ വ്യത്യസ്തമായിരുന്നു എന്ന് വളരെ സ്നേഹത്തോടെയും ആത്മാർത്ഥതയോടെയും ആ സിനിമയെപ്പറ്റി പറയാൻ അധികാരമുള്ള 2 പേരാണ് നമ്മുടെ കൂടെ ഇന്നുള്ളത്. ശ്രീ അപ്പുണ്ണി ശശി, സുധി കോഴിക്കോട്. 2 പേരും അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഈ സിനിമ കൊണ്ടുവന്നിട്ടുണ്ട്. അവരോട് തന്നെ നമുക്ക് വളരെ സ്നേഹത്തോടെ ചോദിക്കാം. അവരെ ഞാൻ ഈ ഇൻ്റർവ്യൂവിലേക്ക് വളരെ സ്നേഹത്തോട് കൂടിയിട്ട് സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം. താങ്ക് യു. വലിയൊരു ഇൻട്രോ കൊടുത്തു ഞാൻ. നന്നായി. അതെ അതെ. എനിക്ക് ഇൻ്റർവ്യൂ തുടങ്ങുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ള, ഒരു ആക്ടർ എന്നുള്ള നിലയിലും ചോദിക്കാനുള്ളത്, 14 വർഷങ്ങളുടെ പുറകിലേക്ക് നമ്മൾ പോയാൽ അതിൻ്റെ ലൊക്കേഷനും നിങ്ങൾ തമ്മിലുള്ള ബന്ധവും മമ്മൂക്കയായിട്ടുള്ള റിലേഷനും അവിടെ ഉണ്ടായിട്ടുള്ള അബദ്ധങ്ങളും അതുപോലെ ഒരു പുതിയ സാഹചര്യത്തിലേക്ക് പോകണം, എന്തായാലും ഉണ്ടാവും, അല്ല നമുക്ക് ടെൻഷനുകൾ ഉണ്ടാവും. എങ്ങനെയാണ് അതിനെ നിങ്ങൾ കാണുന്നത്? 14 വർഷത്തേക്ക് നമ്മൾ പുറകിലേക്ക് സഞ്ചരിച്ചാൽ എങ്ങനെയായിരിക്കും? അത് നോവൽ വായിച്ചപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ദുരൂഹത ഉണ്ടായിരുന്നു. അതായത് നമുക്ക് ഒരിക്കലും വിഭാവനം ചെയ്യാൻ പറ്റാത്ത ഇടവഴികൾ, കവലകൾ, ആൾക്കാർ, വിചിത്രമായ കഥകൾ, ഉപകഥകൾ, പിന്നെ നമ്മളെ വേട്ടയാടുന്ന തരത്തിൽ, അതായത് ഉറങ്ങുമ്പോൾ വേട്ടയാടുന്ന തരത്തിലുള്ള പേടിപ്പിക്കലുകൾ, ഇങ്ങനെയൊക്കെ ഉള്ളൊരു നോവലാണ് അത്. അതെ അതെ. അത് വായിച്ച് ശരിക്കും നമുക്ക് താഴ്ത്ത് വെക്കാൻ പറ്റില്ലത് വായന തുടങ്ങിയാൽ. അങ്ങനത്തെ ഒരു നോവൽ. ഒരുപാട് കഥാപാത്രങ്ങൾ, അതിൻ്റെതായ ഓരോരോ കഥാപാത്രം, വിവിധ ഐഡന്റിറ്റി ഉള്ള കഥാപാത്രങ്ങൾ ഫോമിലേക്ക് സിനിമയുടെ ഒരു സ്ട്രക്ചറിലോട്ട് 2 മണിക്കൂർ സിനിമ എന്നുള്ള സ്ട്രക്ചറിലോട്ട് കൊണ്ടുവന്നതാണ്. ഞാനിത് വേറൊരു അത്ഭുതമായിട്ട് കാണുന്നത്. വായിക്കുമ്പോൾ നമ്മൾ ഇത് എങ്ങനെയാണ് സിനിമയാകാൻ പോകുന്നത്. അപ്പം ഞാൻ അന്ന് സാറ് പറഞ്ഞ് ഓർക്കുന്നു, ഇത് 3 ലെയറിലാണ് ഈ സിനിമ വർക്ക് ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നത്. അതിലൊരു ലെയറാണ് എഡിറ്റ് ചെയ്ത് പുറത്തോട്ട് ഇറക്കിയത്. അപ്പം അത് പൂർണ്ണമായും ടി.പി. രാജീവൻ എന്ന നോവലിസ്റ്റ് രഞ്ജി സാറിന്റെ സുഹൃത്തു കൂടിയായിരുന്നു. രഞ്ജി സാറിന് കൊടുത്ത സ്വാതന്ത്ര്യമാണ് ആ സിനിമ. അതിൽ നമ്മൾ വായിച്ചിട്ടുള്ള
അതേപോലെയുള്ള വീടുകൾ, അതേപോലെയുള്ള ഇടവഴികളൊക്കെ കണ്ടുപിടിച്ചിട്ട് മുക്കത്തൊരു മലയുടെ മുകളിൽ അല്ല കണ്ടുപിടിച്ചിട്ട് സെറ്റ് ഉണ്ടാക്കി. അങ്ങനത്തെ പറങ്കിയാവ് തോട്ടങ്ങളൊക്കെ ഉള്ള പറങ്കിമാവിന്റെ തോട്ടങ്ങളുള്ള മലകള്, അതേപോലത്തെ ഇടുങ്ങിയ വഴികള്, പിന്നെ കുറെ ഇടവഴികൾ വെട്ടിയുണ്ടാക്കിയതാ. പിന്നെ അതിന് പറ്റിയ വീടുകൾ, ചെറിയ ചെറിയ വീടുകൾ ഉണ്ടാക്കിയതാ. അപ്പൊ പൊക്കന്റെ വീടൊക്കെ സെറ്റ് ഇട്ടതാ. അതിനുള്ളിലേക്ക് എന്റെ ഷൂട്ടൊക്കെ നല്ല മഴയത്തായിരുന്നു. അപ്പൊ അങ്ങനെ ശരിക്കും റെഫർ ചെയ്തിട്ട് നമ്മളെ ഓരോ ആക്ടേഴ്സിനും പഠിക്കാന്ന് പറഞ്ഞാൽ 14 ദിവസത്തെ ക്യാമ്പാ. ഒരു ആർട്ടിസ്റ്റിനും കിട്ടൂല എത്ര നല്ല ഭാഗ്യം. നമുക്കൊരു ദിവസം ഉണ്ടായിരുന്നു, സായികുമാർ ഉണ്ടായിരുന്നു, സിബി മലയിൽ ഉണ്ടായിരുന്നു, കമലുണ്ടായിരുന്നു, സിദ്ദിഖ് സാർ, അങ്ങനെ അങ്ങനെ സിദ്ദിഖ്, പിന്നെ വിജയരാഘവൻ, നടൻ സിദ്ദിഖ് ഉണ്ടായിരുന്നു, ലാൽജോ സാർ ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ജോൺ പോൾ സാർ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും ഇത്രയും ഭയങ്കരമായിട്ട് പ്രമുഖന്മാരുടെ മുമ്പില് അവർക്ക് നമ്മൾ ആദ്യമായിട്ടല്ല ക്യാമ്പ് കാണുന്നത്. നമ്മൾ പച്ചയായിട്ട് നാടകം കളിച്ചിരുന്ന, നേരിട്ട് ഓഡിയൻസിനോട് സംവദിക്കുന്ന ഒരു കലയായിട്ട് നടന്ന ഒരാൾക്കാരാണ്. സിനിമ എന്ന് പറയുന്നത് നേരിട്ട് സംവദിക്കല്ല, അത് നമ്മൾ വേറെ തന്നെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ സംവദിക്കുന്ന ഒരു സാധനം. മറ്റേ ഒറ്റ സ്ട്രെച്ചിൽ പോകുന്നതും അല്ലല്ലോ, അതിന് നൈലന്തിരി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. ഇതില്ല, ഇത് പീസായിട്ട് ചെയ്യുന്നതാ. അത് രണ്ടും തമ്മിലും നമുക്ക് പഠിച്ചെടുക്കേണ്ട ഒരു കാര്യം തന്നെ ഉണ്ട്. അത് നിങ്ങൾ ഇതിലേക്ക് വരുമ്പോ ഞാൻ പറയുന്നത് നാടകാഭിനയം എൻ്റെർലി ഒരു ഡിഫറെന്റ് ആണ്. നമുക്ക് ഏറ്റവും പുറകിലിരിക്കുന്ന ആളിലേക്ക് നമ്മൾ എത്തണം. അപ്പോൾ ഒരു നാച്ചുറലിനപ്പുറത്തേക്ക് കുറച്ച് എക്സാജറേഷൻ അതിനുണ്ടല്ലോ. നമ്മളെ ഒരു നാച്ചുറൽ ഇതിലേക്ക് എങ്ങനെയാണ് ഒരു സാർ ഒതുക്കി കൊണ്ടുവന്ന് ഈ ക്യാമ്പിലൂടെയാണോ? സാറ് അതിൽ നമ്മളെ മുരളിമോഹൻ ട്രെയിനറും ഉണ്ട് അതിന്റെ പുറകിൽ. അപ്പം അവർക്ക് ഇപ്പൊ അവർ തന്നെ ഇപ്പം ഓഡീഷനിൽ കൂടിയാണ് ഇത്ര പേരെ എടുത്തിരുന്നത്. പിന്നെ ഓഡീഷനിലാണ് അപ്പം നമ്മളെ ആക്ച്വലി ചെയ്യിക്കുന്ന എല്ലാവരും തിയേറ്റർ പേഴ്സൺസ് ആണ്, തിയേറ്ററിൽ സ്റ്റേജിൽ ആക്ട് ചെയ്യുന്നവരാണ്. അവരെന്തായാലും കുറച്ച് ലൗഡായിരിക്കും. അതെ, എപ്പോഴും നമ്മൾ ആൾക്കാരിലേക്ക് നമ്മൾ എന്നെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള സാധനം. ഉച്ചവരെ ആക്ച്വലി തിയേറ്റർ കുറെ എക്സസൈസും യോഗ ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ യോഗയിൽ തുടങ്ങിയിട്ട് ഇങ്ങനെ പോകും. ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾക്ക് ടെക്സ്റ്റ് തരും, ടെക്സ്റ്റ് എഴുതി തരും. ടെക്സ്റ്റ് പഠിച്ചിട്ട് നമ്മൾ സെലിബ്രിറ്റിയുടെ മുന്നിൽ പ്രസന്റ് ചെയ്യണം. എന്ന് സെലിബ്രിറ്റീസ് അതിനെ ഇവാലുവേറ്റ് ചെയ്യും. നമ്മൾ ഇരുത്തിക്കൊണ്ട് ഇവാലുവേറ്റ് ചെയ്യും. എന്തൊക്കെ അവർ കണ്ട ന്യൂനത എന്താണ്, പ്രശ്നം എന്താണ്, അല്ലെ പോസിറ്റീവായിട്ടല്ലേ അയാൾ നന്നായി പെർഫോം ചെയ്തു, ഇങ്ങനെ കാര്യങ്ങളിൽ കൂടെ സത്യം പറഞ്ഞാൽ അത് നമ്മൾ ഭയങ്കര ടെൻഷനിലേക്ക്, ആ ടെൻഷൻ ഇങ്ങനെ ഏറ്റവും വലിയ കാര്യം എന്താ വെച്ചാൽ ക്യാമറക്ക് എങ്ങനെ നമ്മൾ ഫേവർ ചെയ്ത് പിന്നെ കൃത്യമായിട്ട് ഒരു നമ്മൾ ക്യാമറയിലേക്ക് നോക്കിപ്പോവും. അന്നൊക്കെ അങ്ങനെയാണല്ലോ, ഒരു 2 പ്രാവശ്യം 3 പ്രാവശ്യം ഒക്കെ പറ്റിയിട്ടുണ്ടോ, പിന്നെ അത് തിരുത്തും. അപ്പൊ ഏറ്റവും വലിയ കോൺഷ്യസ് ആവുക ക്യാമറയിലേക്ക് നോക്കാതിരിക്കുന്നതാണ്. സത്യത്തിൽ ഈ ഒരു സാധനം മുന്നിൽ വേണ്ടാന്ന് തോന്നിപ്പോയിട്ടുണ്ട്. പിന്നെ ഇതിലൊക്കെ ഏറ്റവും വലിയ കീറാമുട്ടി എന്താന്ന് വെച്ചാല്, നമ്മൾ നാടകം പഠിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മാസം മുമ്പേ നമ്മൾ ഡയലോഗ് പഠിച്ച് സ്റ്റേജിൽ പോയിട്ട് ഉഷാറായിട്ട് അങ്ങോട്ട് പറയും. സിനിമക്ക് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ചെന്നാലേ ഡയലോഗ് കിട്ടുള്ളൂ. അത് അപ്പൊ തന്നെ പഠിച്ച് അപ്പൊ പറയണോ. അത് ലെങ്തി ഡയലോഗ് ആണെങ്കിൽ പിന്നെ നോക്കണ്ട, അവൻ ബബ്ബ അടിച്ച് കുഴങ്ങും. പിന്നെ നമ്മുടെ ശ്രദ്ധ മൊത്തം ഈ ഡയലോഗിലായിരിക്കും. ഡെയിലി തരുന്ന ഡയലോഗ്സ് 2 പേജൊക്കെ എഴുതി, 2 പേജ് വലിയ പഠിച്ച് ഡയലോഗ് പ്രസന്റ് ചെയ്തോളും. അത് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും നമ്മളെ സിനിമക്കാരും നാടകത്തിനായാലും എന്തിനായാലും ഒരു കാര്യം പറയുന്ന സമയത്ത് എവിടെ നിർത്തണം, എവിടെ തുടങ്ങണം, എങ്ങനെ ഇതിന്റെ ടോൺ വേരിയേഷൻ ഉണ്ടാക്കണം, എങ്ങനെ വ്യത്യാസപ്പെടുത്താം, ഇങ്ങനെ ഒരുപാട് കാര്യമുണ്ട് ഒരു ഡയലോഗിന്റെ കാര്യത്തിൽ. അതെല്ലാം നമ്മൾ ആ പ്രോസസ്സ് കൃത്യമായാലേ. പിന്നെ ഒരു ലെങ്തി ഡയലോഗ് നമ്മൾ പഠിച്ചു വെക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ അതിനൊരു താളം നമ്മൾ ഉണ്ടാക്കും. ആ താളം ഒരു ഇത്തിരി പഴച്ചാൽ നമ്മൾ അവിടെ നിൽക്കും. ആ താളമാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പൊ നമ്മൾ 4ഉം 5ഉം പ്രാവശ്യം ശരിക്കും പറഞ്ഞാൽ അതൊരു 2, 3, 4 ടേക്ക് എടുത്താലും കുഴപ്പമില്ല. ആ 4ാമത്തെ ടേക്കിലേക്ക് ആ താളം കൃത്യമായിട്ട് വരിക. ആ താളം ആണ് ആ ഡയലോഗ് പ്രസന്റേഷൻ, താളമാണ് നമ്മളെ നയിക്കുന്നത്. പഠിക്കുന്നതിൻ്റെ അകത്തുനിന്നാ. രഞ്ജി സാർ പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, എനിക്കിപ്പോഴും ഓർക്കുന്നു. ഞാനത് ഒരു ഡയലോഗ് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടിയാൽ അത് നിങ്ങളുടേതാക്കി മാറ്റുക എന്നുള്ള, ഞാൻ ഭാഷയല്ല ഞാൻ പറഞ്ഞ ഏത് സ്ലാങ് ഒന്നല്ല യൂസ് ചെയ്ത്, നമ്മുടെ സത്വത്തിലേക്ക് അത് നമ്മുടെ ഓൺ ഡയലോഗാക്കി മാറ്റാനുള്ള പ്രോസസ്സാണ്. നമ്മൾ സംസാരിച്ചിരിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾ എങ്ങനെ എടുത്ത് നിങ്ങൾ എങ്ങനെ പ്രസന്റ് ചെയ്യുന്ന സാധനം വലിയൊരു കാര്യമായിട്ട് തോന്നുന്നത്. അപ്പോൾ ഡയലോഗ് തൻ്റെതാക്കി മാറ്റുക,
പ്രസന്റ് ചെയ്യുക. അതെ, നമ്മളിത് ഓർക്കാൻ പോകുമ്പോൾ നമ്മുടേതാവില്ലല്ലോ. അതെ അല്ലേ? അല്ല, ശരിക്കും പറഞ്ഞാല് ഒരു ഡയലോഗില് നമ്പർ, സ്ഥലത്തിന്റെ പേര്, പിന്നെ വ്യക്തിയുടെ പേര്, പിന്നെ വേറെന്തോ ഒന്നും കൂടി ഉണ്ട്. അങ്ങനെ 4 കാര്യങ്ങൾ ഒന്നിച്ച് വന്നാൽ അത് പറയാ വലിയ പണിയാണ്, ബുദ്ധിമുട്ടാണ്. അതല്ല, നമ്പറുകളൊക്കെ കൃത്യസമയത്ത് നടുക്കൊക്കെ വന്നാൽ ആ നമ്പർ ഓർത്ത് കിട്ടില്ല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഡയലോഗിന്റെ അകത്ത്, അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് സാറ് ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. ഇത് എനിക്ക് നേരിട്ട് സംഭവിച്ചു. അതെങ്ങനെ സംഭവിച്ചു എന്ന് വെച്ചാൽ, ഇന്ത്യൻ റുപ്പിയിൽ എനിക്ക് നല്ല ലെങ്തി റോളാന്നുള്ളത് സാറ് പറയാതെ ഞാൻ സ്വകാര്യമായിട്ട്, എടാ നിനക്ക് കുറേ ഉണ്ടടാ എന്ന് പറഞ്ഞിട്ട്, അപ്പൊ ഞാൻ ആദ്യത്തെ ഷൂട്ടിന് ചെന്നപ്പോൾ ഈ കുറേയൊക്കെ വലിയ റോളാണ്, അവർ രക്ഷപ്പെട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇരിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഒരു 4-5 ഷീറ്റുള്ള പേപ്പർ എടുത്തങ്ങ് തന്നു. കുറേ ഡയലോഗ്സ് ഉണ്ട്, ഇതൊക്കെ ഇന്ന് വൈകുന്നേരം വരെ എടുക്കാനുള്ള സീൻസാണ്. അപ്പം എല്ലാം ഞാൻ പഠിച്ചു, എനിക്ക് വേഗം പഠിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഒരൊറ്റ ഡയലോഗിൽ സാറ് പറഞ്ഞ ഈ സാധനം മുഴുവനുണ്ട്, നമ്പറുണ്ട്, വ്യക്തിന്റെ പേരുണ്ട്, സ്ഥലത്തിന്റെ പേരുണ്ട്, ഇങ്ങനെ 4 ഘടകങ്ങൾ. അത് സാറ് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് കൊന്നാ പഠിക്കാൻ പറ്റില്ല. ഞാൻ കസാറിന്റെ മുകളിൽ കയറി, ശശി ആദ്യത്തെ സീൻ എടുക്കുന്ന അത് ദുരിതം ആദ്യം, അത്രയും പേജ് ഡയലോഗ് ഉണ്ട്, പക്ഷെ ആദ്യമായിട്ട് എടുക്കുന്ന അതാ. ഞാനവിടെ കയറിയിരുന്ന് ഒരു കോൺഫിഡൻസും ഇല്ലാതെ ഇരിക്കുകയാണ്. പറയുന്നു തെറ്റിക്കുന്നു, എല്ലാം പോയി. പക്ഷെ ഞാൻ അന്ന് ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ, നാടകത്തിൽ നിന്ന് കിട്ടിയതാണോ എന്നറിയില്ല, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ധൈര്യം സംഭരിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് പേടിയൊന്നും ആവുന്നില്ല. ഇത് ഞാൻ ഓരോരോ സ്റ്റെപ്പിലും ഞാൻ ഓരോ ഡയലോഗ് പഠിക്കുന്നുണ്ട്. എങ്ങനെയോ 10, 18, 19 ഘട്ടം ഓക്കെ ആക്കി. അതിന്റെ ഇടയിൽ രഞ്ജി സാർ ഒന്ന് പറഞ്ഞു, നിനക്കൊരു ചവിട്ട് അത്യാവശ്യമാണ് ശശി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ തിരിച്ചു പറഞ്ഞ എന്താ അറിയോ, ഒരു ചവിട്ടിന്റെ കുറവ് എനിക്കുണ്ട് സാറേ, ഒരു ചവിട്ട് സാറ് ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, ഒരു ചവിട്ടണം സാറ്. സാറ് മിണ്ടാതിരിക്കുന്ന നേരത്ത് എനിക്ക് ഇതെന്തായിരിക്കും ആലോചിക്കുന്നുണ്ടാവുന്നുണ്ടാവുമല്ലോ. അപ്പൊ നമ്മളിപ്പോ ഇവനെ കൊണ്ട് പറ്റില്ലല്ലോ എന്നാണോ ചിന്തിക്കുന്നത്? എന്താ വെച്ചാല് ഇതില് പലരും മണിക്കത്തില് ഒട്ടുമിക്ക ഇതിലേക്ക് സെലക്ട് ചെയ്ത ഒട്ടുമിക്ക ആൾക്കാർക്കും മമ്മൂക്കാരുടെ ഏതെങ്കിലും ഒരു മമ്മൂക്കയായിട്ട് കോമ്പിനേഷൻ ഉണ്ട്, എല്ലാവർക്കും ഉണ്ട് അല്ലേ? ഏതെങ്കിലും അപ്പൊ 3 മമ്മൂക്ക ഉണ്ടല്ലോ. അതെ. ഈ മമ്മൂക്കായിട്ടുള്ള എക്സ്പീരിയൻസ് എന്തായിരുന്നു? അല്ല, ഒന്നാമത് നമ്മള് വർഷങ്ങളായിട്ട് ഞാൻ മമ്മൂക്കായിട്ടുള്ള എക്സ്പീരിയൻസ് ഈ പലരും മണിക്കത്തില് വർക്ക്ഷോപ്പിൽ ക്യാമ്പിൽ വന്നതിൽ ആദ്യമായിട്ട് നമുക്ക് വന്ന ദിവസം തന്നെ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഞാനാണ്. ഭാഗ്യം എല്ലാവരും എൻ്റെ അടുത്ത് വിളിച്ചു എങ്ങനെയുള്ള എക്സ്പീരിയൻസ്. ദൈവാധീനം കൊണ്ട് സെക്കൻഡ് ടേക്ക് അത് ഓക്കെ. അപ്പൊ അന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ ശ്യാമുണ്ട്. അപ്പോഴും എൻ്റെ അടുത്ത് വന്നത്, സുധീടാ നിങ്ങൾ സെക്കൻഡ് ടേക്ക് ഒക്കെ ഓക്കെ എന്നുള്ള അത് ഭയങ്കര അപ്പൊ തന്നെ കിട്ടേണ്ട കോൺഫിഡൻസ് ഉണ്ട്. സത്യത്തില് പാലേരി മാണിക്യത്തില് ആദ്യം തുടങ്ങിയത് ഈ മൈഥിലി എന്ന് പറഞ്ഞ നമ്മുടെ ആക്ട്രസ് എൻ്റെ പെങ്ങളാണ്. അവരെ ചുമന്നുകൊണ്ട് നടക്കുന്ന പണിയായിരുന്നു. 3-4 ദിവസം ഒറ്റയ്ക്ക് ഞാനാണ് തലഭാഗം പിടിക്കുന്നത്. തലഭാഗത്തിൽ മൊത്തം വെയിറ്റ് ഉണ്ടാവുക. ഈ കാൽഭാഗം പിടിക്കുന്നത് അച്ഛനാണ്. അച്ഛൻ ഇത് ചുമന്നുണ്ടോന്ന് പണിയായിരുന്നു. മമ്മൂക്കായിട്ട് എനിക്ക് കോമ്പിനേഷനേ വന്നിട്ടില്ല. എല്ലാ ദിവസവും കാണും, ദൂരം നിന്നിങ്ങനെ നോക്കും. നമ്മളെ അറിയില്ലല്ലോ. അപ്പോൾ ഒരു ദിവസം ഞാൻ ചെയ്യുന്ന എന്താ വെച്ചാല്, പിന്നെ മരിച്ചു കിടക്കുന്നു, ഞാനും അച്ഛനും വരുന്നു, ശവം കാണുന്നു, നന്നായിട്ട് മാന്തി പറിച്ചിട്ട് രൂപം കാണുന്നു. അപ്പൊ മടിയിൽ എടുത്തിച്ചിട്ട്, ഇത് കൊന്നതാണച്ചാ, ഇതിനറിയാൻ പാടുണ്ട്, ഇതിനെന്താ പറ്റിയെന്ന് നമ്മൾ കാണണം, ഇതിനെ അന്വേഷിക്കണം, ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞാണ് ഭയങ്കര കരച്ചിലറിയാം. പൊക്കനെ എടാ കൊന്നുല്ലടാ, കൊന്നു എന്ന് പറഞ്ഞ് പിടിച്ച് തള്ളിയിട്ട്, വലൈതേട്ടാ നിങ്ങളിതാ കണ്ടില്ലേ, മുഖത്ത് നിറയെ പാടുണ്ട്, ഇവനാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു സാധനം ഒന്നായിട്ട് ഒരൊറ്റ പെർഫോമൻസിൽ ഒരു സാധനം ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോ എനിക്ക് വിക്രമനാരാണ് ആദ്യം കൈയടിച്ച്, മരിച്ചുപോയി പാവം, കരിങ്ക ശശിന്റെ അമ്മാവനാ. അപ്പൊ ഞാൻ ആദ്യമായിട്ടൊരു കയ്യടി കിട്ടുക. നാടകത്തിലൊക്കെ നിറയെ കയ്യടി ഷെയ്ക്കൻ്റെ ഇതൊക്കെ കിട്ടുന്നുണ്ടല്ലോ. ആദ്യമായിട്ടൊരു കയ്യടി കിട്ടുക, വിക്രമനാര് കയ്യടിച്ച്. അപ്പൊ എല്ലാവരും കയ്യടിച്ച്. അപ്പൊ അത് ഒരു ഭയങ്കര ഘോര സീനാണ്. നമുക്കൊരു എട്ടും പൊട്ടും സിനിമനെ കുറിച്ച് തിരിയാത്ത സമയത്ത് ചെയ്യുന്ന. അതിന്റെ പിറ്റേന്നാണ് മമ്മൂക്കായിട്ട് ഒരു അനുഭവം ഉണ്ടാകുന്നത്. ഒരുപാട് ആൾക്കാർ എല്ലാം കോണവും മറ്റേതൊക്കെ കൊടുത്തിട്ടുള്ള ആൾക്കാരാണ് പഴയ കാലത്ത്. നേരെ പിടിച്ചിട്ട് നമ്മള് അല്ലേ
നേരെ പിടിച്ച് ആൾക്കാരെ വണ്ടി കയറ്റി കൊണ്ടുപോകുന്നുണ്ട്, കാണാൻ വന്ന ഓഡിയൻസിനെ. അല്ല, കാണാൻ വന്നല്ല, ഗ്യൂനറായിട്ട് കുറെ ആൾക്കാരെ വിളിക്കല്ലോ, അവരെ കൂടുതൽ നമ്മളും കയറ്റി കൊണ്ടുപോകും. നമ്മൾ അവിടെ നെയിലേക്ക് ഇറങ്ങി ഓടുക. ഇതിലല്ല കയറേണ്ടത്, അതിലാണ് കയറേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല. നമ്മളെല്ലാവരും കൂടെ അവർക്കും അറിയത്തില്ല നമ്മളെ മൊത്തം ഒരു ഗ്രാമ. ആ ഷൂട്ടിംഗ് സ്ഥലം എന്താ വെച്ചാല് നല്ല ഉടുപ്പിട്ട് ഇതിന്റെ ക്യാമറക്ക് പിന്നിൽ നിൽക്കുന്നവരാ. ബാക്കിയുള്ളവരൊക്കെ ഒറ്റ നോട്ടത്തില് ഒരേപോലത്തെ ആൾക്കാരാ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാ. അപ്പൊ ഞാനിങ്ങനെ ഇരിക്കാൻ കേട്ടോ, ഇങ്ങനെ കല്ലിന്റെ മുകളിൽ ഇരിക്കുക, കുറെ ആൾക്കാർ ഊണൊക്കെ കഴിച്ചിട്ട് ഞാനും ഇരിക്കുക. അപ്പൊ ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ചിന്തി ഇങ്ങനെ പോകും. അപ്പൊ ഞാൻ മുമ്പിൽ നിൽക്കുന്നൊന്നും കാണൂല. പെട്ടെന്നുണ്ട് ഒരു വെള്ളക്കാല് മുമ്പിൽ. ഞാനിങ്ങനെ തല പൊക്കി വെക്കുന്ന മമ്മൂക്കിയാ എന്റെ തൊട്ട മുമ്പില്. അപ്പൊ ഞങ്ങൾ തമ്മിൽ മുഖാമുഖം കാണുക ആദ്യമായിട്ട്. അല്ലെങ്കിൽ നമ്മൾ അപ്പുറം പോയി ഇങ്ങനെ പാർത്തുക്കി കളിക്കുന്നതല്ലേ. ഞാൻ ചാടി എണീക്കാ വേണ്ടത്, പക്ഷെ ഞാൻ ഒന്ന് ചിരിച്ച്. നമുക്ക് ചിരിക്കുന്നില്ല, ചിരിച്ചാ പടി ഇളകല്ലോ കൂളി ക്ലാസ് ഇട്ട്. തിരിഞ്ഞു നോക്കുമ്പോ എല്ലാം എണീറ്റ് പോയിട്ടുണ്ട്. നമുക്ക് വന്നപ്പോ ഓടിപ്പോയതാ. ഞാനിപ്പോ എന്താ ചെയ്യ ഭഗവാനെ, ഇയാൾ ചിരിച്ച് ഒന്നും. ഞാൻ പുല്ല് പറിക്കാൻ തുടങ്ങി. അപ്പൊ നമുക്ക് ചിരിച്ചു പോകും ചിലപ്പോ, നമുക്ക് വിട്ടാളെ ഇങ്ങനെ പുല്ല് പറിക്കാൻ തപ്പിട്ടിട്ട് ആകെ എന്താ ഒരു നിവൃത്തിയില്ല അവിടെ, എന്ത് ചെയ്യാനുള്ള. അതാണ് ഫസ്റ്റ് എക്സ്പീരിയൻസ് മമ്മൂക്കി ആയിട്ടുള്ളത്. സത്യം പറയുകയാണെങ്കിൽ അതുവരെ കോമ്പിനേഷൻ ഉണ്ടായില്ല. ദൂരം ഇങ്ങനെ നോക്കുക, അങ്ങനെയൊക്കെയാണ് നമ്മളെ പരിപാടി. എന്നെ നേരിട്ട് കണ്ടിട്ടില്ല, നേരിട്ട് കാണുന്ന അന്നാ അങ്ങനെയാണ് ഉണ്ടായത്. പിന്നെ കുറെ സിനിമകൾ, സഞ്ചാര സിനിമകൾ എപ്പോഴും പോയിട്ടില്ല, പക്ഷെ അഭിനയിക്കുമ്പോ കുറച്ച് കുറഞ്ഞു എന്നുള്ള സാധനം മാത്രം. മമ്മൂക്കയെ കാണുമ്പോ എപ്പോഴും ഞാനിപ്പോ കാതലില് മമ്മൂക്കയുടെ ഓപ്പോസിറ്റ് ആയിട്ടല്ലോ, അപ്പം അതിന് സ്പെഷ്യൽ ജൂറി മെൻഷൻ കിട്ടിയപ്പോ മമ്മൂക്കയെ കാണാൻ പറ്റും. അപ്പോഴും എനിക്ക് കരവലിലോട്ട് കയറി ഇങ്ങനെ അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്ത് കരവിൽ കയറി മമ്മൂക്ക എനിക്ക് ഇരിപ്പുറക്കുന്നില്ല. ഞാൻ ഇരിക്കണം, എനിക്ക് ശരിക്കും എങ്ങനെ ഇരിക്കണം, എങ്ങനെ ബോഡി വെക്കണം ഒന്നുമില്ല, എന്തൊക്കെയോ പ്രശ്നം. ആ ഒരു സംഭവം ഇപ്പോഴും നമുക്ക് ഇപ്പോഴും ആദ്യത്തെ ആ ഒരു ഭയം ബഹുമാനത്തിന്റെ അത് എന്താണെന്നറിയില്ല. പോയി പോയാല് അത് എന്താ പറയാ, ഞാൻ മമ്മൂക്ക കാണുമ്പോ എനിക്ക് എന്തോ ഒരു ഓറ ഒക്കെ ഫീൽ ചെയ്യുന്നു ഭയങ്കരമായിട്ട്. എനിക്കിപ്പോഴും അതാ, ഞാൻ അഭിനയിക്കുന്ന സമയത്ത് ചിലപ്പോ നമ്മള് കട്ട് പറഞ്ഞു കഴിയുമ്പോഴാണ് നമ്മള് പച്ചയിലേക്ക് വന്നു. നമ്മുടെ ചിന്തകളിലൂടെ നമ്മൾ വരും. അതല്ല, പുഴുവിലൊക്കെ നമുക്ക് സത്യം പറയുകയാണെങ്കിൽ അദ്ദേഹം നമ്മളെ ആ സിനിമ ചെയ്യാൻ പ്രാപ്തനാക്കിയിരുന്നു ചെയ്ത്. ആദ്യത്തെ ദിവസം തന്നെ ഞാൻ രാജാവിന്റെ വേഷമൊക്കെ കിട്ടി, അതിലൊരു 5 കഥാപാത്രം നാടകം ചെയ്യുന്നു. അതുകൊണ്ട് എനിക്ക് കിട്ടിയത്. അത് ഞാൻ എന്നിട്ട് കേരളത്തിൽ ഒറ്റയ്ക്ക്, വേറെ ആരുമില്ല, ആ പ്രദേശം മുഴുവൻ ആരുമില്ല. ഒരു 200 മീറ്റർ അപ്പുറത്തെ എവിടെ ഒരു അതിന്റെ പൂജ നടക്കുന്നുണ്ട് സ്കൂളിൽ വെച്ചിട്ട്. അപ്പൊ എന്നോണ്ട് ഒരാൾ എന്ന് പറയുന്നു, നമുക്കുണ്ട് നിങ്ങളെ കാണാൻ വരുന്നു. അയ്യോ, ഞാൻ എഴുതിയാൻ പോകുന്നത് പോട്ടത് ഭഗവാൻ, ഒരു പിടിയില്ല. നമുക്ക് എന്നെ കാണാൻ വരുന്ന എക്സൈറ്റഡ് ആയി പോലെ. അപ്പൊ ഞാൻ ഡോറിന്റെ അടുത്ത് വന്ന് നിൽക്കുക. അപ്പൊ രാജാവ് ഇങ്ങോട്ട് ഇറങ്ങിക്കോളൂ. അപ്പൊ ഡയറക്ടറും എല്ലാരും ഉണ്ട്, ഒരു പരിവാരങ്ങളാ. ഞാൻ വേഗം പോയി കാല് പിടിച്ച് തൊട്ടൊക്കെ എറിളിച്ച്, കാല് പിടിക്കാൻ അങ്ങനെ സമ്മതിക്കൊന്നുമില്ല, എന്നാലും പോയി കാലൊക്കെ പിടിച്ച് തൊട്ടെറിളിച്ച് ഒരു ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞ് അപ്പൊ കെട്ടിപ്പിടിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത്. അതോടുകൂടി എന്തായിന്നറിയോ, ആ കഥാപാത്രം ചെയ്യാൻ ആ പ്ലാറ്റ്ഫോമിൽ അടിയുറപ്പിച്ച് നിൽക്കാനുള്ള ഒരു പ്രാപ്തി നമുക്ക് തരിക. പിന്നെ നമ്മളെ കംഫർട്ട് ആക്കി. അത് അതിൽ പാലേരി മണിക്കത്തിലും കുറെ പേർക്ക് അപ്രീസിയേഷൻസ് കൊടുക്കണ്ടായിരുന്നു നമുക്ക്. അത് പ്രചോദനമാണല്ലോ. അല്ല, ഒരു നടൻ എത്രയോ വലിയ ഉയരത്തില്, അതായത് മലയോളം ഉയരത്തില് ഉള്ളൊരാള് ചെറിയൊരാൾ അഭിനയിക്കുന്നത് കണ്ടിട്ട് ക്ഷയിക്കുന്ന അത്രയും വലിയ സാംസ്കാരിക പ്രവർത്തനം വേറെ ഒന്നുമില്ല. ആ അത്രയും വലിയൊരു പരിപാടി വേറെ നമ്മളെ കൂടെ ചേർത്ത് നിർത്തുന്ന പോലെയാണ്. അത്രയും ഉയർച്ച അദ്ദേഹത്തിന് കിട്ടുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ഒരു പ്രവർത്തനം കൊണ്ടാണ്. എല്ലാവരെയും അംഗീകരിക്കുക. ഇവനും അറിയാം കാര്യങ്ങൾ, ഞാൻ മാത്രല്ല, അവനും അറിയാം നന്നായിട്ട്. ഈ പറയുന്നവർക്ക് എല്ലാരെക്കാട്ടിലും അവനും അറിയാം. എല്ലാവരെയും ഒരേപോലെ കാണുന്ന അതെ, ആ ഒരു സാംസ്കാരിക വലിയ സംസ്കാരമാണത്. അതായത് മറ്റേ ആൾക്ക് ഒരു ഷെയ്ക്കൻഡ് കൊടുക്കാൻ കഴിയണം. നമ്മൾ നാടകം കണ്ടു കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് ഓടിപ്പോകില്ല. ആ സ്റ്റേജിന്റെ ബാക്കിൽ കയറി എല്ലാവർക്കും ഒരു ഷെയ്ക്കൻഡോ കൊടുത്ത് ഗംഭീരമായിട്ട് കിട്ടോ, ഉഗ്രനായിട്ട് കിട്ടോ എന്ന് പറയുന്ന അവർക്ക് എന്തൊരു നമ്മൾ പണമല്ല. അദ്ദേഹത്തിന് വലിയൊരു തിരിച്ചറിവാണ്. എന്റെ കൂടെ ഉള്ളവരും നന്നായാലേ ഞാനും നന്നാവുള്ളൂ എന്നുള്ളൊരു വലിയ തിരിച്ചറിവും കൂടെ ആ ഉയരത്തിലേക്ക് പോവുള്ളൂ. അതെ അതെ അതെ, ഉറപ്പായിട്ടും. പാലേരി മണിക്കത്തിലെ വേഷങ്ങള് 3 എടുത്തു നോക്കുമ്പോ ഗ്ലാമർ മമ്മൂക്ക,
ഹരിദാസ് പ്രായമുള്ള ഹരിദാസ് എന്ന് പറഞ്ഞ കഥാപാത്രം അല്ല നമ്മുടെ എന്നുള്ളത്. ആജി മമ്മൂക്ക മുരുകൻ പിന്നെ ആളെ മകനായിട്ട് പാമ്പടിയായിട്ട്. വരുന്ന അതും മകനായിട്ട് വരുന്ന സാധനം മൂന്ന് ഗെറ്റപ്പും മൂന്ന് ക്യാരക്ടർ അല്ലേ, 3 ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടറൈസേഷനും. പാലരുമണിക്ക് ഭയങ്കര രസാ. എന്നെ കണ്ടാലിപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ആരോട് പറഞ്ഞു പാലരുമണിക്ക് ഇങ്ങനെ ഇറങ്ങുവാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ആ മമ്മൂക്ക പലരുമണിക്ക് ചെയ്യുമ്പോ അതേ മമ്മൂക്ക എപ്പോഴും ഒരു എന്നെയൊക്കെ കാണുന്ന പലരും എന്നെ കാണുന്ന ഞാൻ ഇപ്പോഴത്തെ രൂപയുടെ തട്ടിച്ചോക്കണം. അതായത് പാറന്റെ മുകളിൽ ഇരുന്നിട്ട് മമ്മൂക്ക കള്ളു കുടിച്ചിട്ട് വേലായുധനോട് പറയുന്നുണ്ട്, ഇവിടെ ആളുകൾ ഭയങ്കര ബഹളം ഉണ്ടാക്കും, നമുക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ആ അപ്പൊ ഇവര് ഇവിടുന്ന് എല്ലാവരും പോണം, നമ്മൾക്ക് എല്ലാവരും ഒഴിപ്പിക്കണം, അത്രയല്ലേ? ആ ഒഴിക്കും, ഞാൻ ഏറ്റു. ഈ പറയുന്നത് ഞാൻ പറയുന്നത് പോലും കൂടിയല്ല, താനി കോഴിക്കോടൻ ഭാഷയിൽ നമ്മൾ പറയുന്ന നേരത്ത് ഇത്തിരി അങ്ങനെ നന്നാക്കാൻ നോക്കുന്നു. പക്ഷെ ആ പാറപ്പുറത്ത് ഇരുന്ന് പറയുന്നതും പിന്നെ മുസ്തഫന്റെ നെഞ്ചത്ത് ചവിട്ടി കണ്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ടല്ലോ, അയ്യോ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ നല്ല കൃത്യം കോഴിക്കോടൻ ഭാഷ, കൃത്യം കോഴിക്കോടൻ ഭാഷ. അതായത് എന്ത് പറഞ്ഞാലും ഏത് ഭാഷ ചെയ്താലും അത് ആ സ്ഥലത്തുള്ള ആൾക്കാർ സംസാരിക്കുന്നതിനേക്കാൾ വൃത്തിയായിട്ട് നല്ല ഉഗ്രനായി സംസാരിക്കാൻ കഴിയുന്ന ഒറ്റ നടനേ ഉള്ളൂ ഇന്ത്യ. അത് നമുക്ക് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള എല്ലാ സ്ലാങ്ങും ചെയ്തു. അല്ല, ഇവിടെ ബോഡിയിലൊക്കെ ഭാരത് ഗോപി അടക്കമുള്ള ആൾക്കാർ ബോഡിയിലൊക്കെ അഭിനയം കൊണ്ടുവരികയും അങ്ങേത്തല വലിയ രാജാവായിട്ട് നിൽക്കുകയൊക്കെ ചെയ്ത ആൾക്കാർ. അതേപോലെ നമുക്ക് ബോഡിയിൽ അഭിനയം കൊണ്ടുവരികയും ചെയ്യുന്നതിന്റെ കൂടെ എല്ലാ നടന്മാരെക്കാട്ടിലും വലിയൊരു പോസിറ്റീവ്നെസ് കൊണ്ടുവന്നത് ഈ ഭാഷ മാറ്റി പറയില്ല. അതൊരു കീറാമുട്ടി പരിപാടിയാണ്. അങ്ങനെ എല്ലാവർക്കും പറ്റുന്ന കാര്യമൊന്നല്ല. വള്ളവനാടൻ ഭാഷ പറ്റൂല, ഒന്നിത്തിരി മാറ്റിയാൽ തെറ്റിപ്പോവും, നമ്മളെല്ലാം കോൺഷ്യസ് ആവും. പക്ഷെ അത് ഭയങ്കരമായിട്ട് ചെയ്തൊരു ആക്ടർ, നമുക്ക് അഭിമാനിക്കാൻ തന്നെ. ഞാൻ ചോദിക്കും, 3 ക്യാരക്ടർ ചെയ്തു എന്ന് പറഞ്ഞു. ഈ ഒരു ക്യാരക്ടർ ഇല്ലാത്തരത്തിൽ നിന്ന് ഒരു ക്യാരക്ടറിലേക്കും 2 ക്യാരക്ടറിലേക്കും 3 ക്യാരക്ടറിലേക്കും നമുക്ക് എത്തുന്ന ഒരു കഥയുണ്ടല്ലോ, അതങ്ങ് ഒന്ന് ഷെയർ ചെയ്യാവോ? നമുക്കിവിടെ ഒരു പാഷൻ, ഞാൻ പറയുന്നത് ഇന്നത്തെ അത് ശരിക്കും നമുക്കൊക്കെ ക്യാരക്ടർ അഭിനിവേശം കൊണ്ട് നാടകക്കാർക്കുള്ള സിനിമ. അത് രഞ്ജി സാറിന് പറഞ്ഞു, നാടകക്കാരെ ഇന്റർവ്യൂല് രഞ്ജി സാർ പറഞ്ഞിട്ടുണ്ട്, മമ്മൂക്കയും പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ ഈ ഭയങ്കരമായ അഭിനയത്തോടുള്ള അഭിനിവേശം കൊണ്ട് മമ്മൂക്ക തന്നെ ചോദിച്ചു വാങ്ങിയതാ ഈ 3 റോളും. അത് നമ്മൾ ഇപ്പോഴും നമിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇന്ന് ഞാനിത് വേണമെന്ന് പറഞ്ഞൊരു ഡയറക്ടർ ചോദിച്ചു വാങ്ങാനുള്ള ഒരു ഇതില്ലേ, അത് അത്രയും ഉയരത്തിൽ ഒരിക്കലും ആര് ചെയ്താലും ആവില്ല. മുഹമ്മദ് രാജി എന്ന് പറഞ്ഞൊരു, ഞാൻ പറയട്ടെ, സത്യം പറയാം, മലയാള സിനിമയിൽ അതിന് മുമ്പുള്ള വില്ലനും ശേഷമുള്ള വില്ലനും നമുക്ക് തട്ടിച്ചു നോക്കാൻ പറ്റാത്ത രീതിയിൽ ഉയരത്തിലാണ് ആ വില്ലൻ. 2 വില്ലന്മാർ ഭീകരന്മാരാണ്. 2 വില്ലൻ ഉണ്ടായില്ലേ? പക്ഷെ അഹമ്മദ് രാജി ഏറ്റവും ഇന്റർവെൽ പഞ്ച് അത് നമുക്ക് മറക്കാൻ പറ്റും. ആ കാഴ്ചയാണ് ഒരിക്കൽ കൂടി ജനങ്ങളെ മുന്നിലേക്ക് പുതിയ തലമുറയ്ക്ക് പുതിയ സാങ്കേതികതയോടുകൂടി കാണാനുള്ള ഒരു അവസരം. ഇന്നത്തെ സിനിമ നല്ല മോശമില്ലാത്ത രീതിയിൽ ഉയരത്തിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ഒരു ടെക്സ്റ്റാണ് പുതിയ ആൾക്കാർക്ക് ഉറപ്പായിട്ടും 15 കൊല്ലത്തിന് ശേഷം സിനിമ കാണാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന പലേരി മാണിക്യം പോലുള്ള സിനിമ കാണാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു ടെക്സ്റ്റ് ആയിരിക്കും ഉറപ്പായിട്ടും. അത് അങ്ങനെ തന്നെ അനുഭവപ്പെടും. കാരണം സാങ്കേതിക കൊണ്ടും അതിൽ അഭിനയ മികവ് കൊണ്ടും സ്ക്രിപ്റ്റിന്റെ ബലം കൊണ്ടും സംവിധാന മികവ് കൊണ്ടും അതിന്റെ ബാക്കി എല്ലാ പണികളും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അന്ന് ഭയങ്കര ആഘോഷിക്കപ്പെട്ട സിനിമ തന്നെയാണ്, ഒരുപാട് ചർച്ച ചെയ്ത. ചില ഇതിൽ തിയേറ്റർ സങ്കേതങ്ങൾ തിയേറ്റർ സങ്കേതങ്ങൾ നന്നായി വന്ന സിനിമ. അത് നമ്മളൊരു ബോഡി അങ്ങോട്ട് ഒരു കല്യാണം കഴിച്ച് കൊണ്ടുവരുമ്പോൾ ബോഡി അങ്ങോട്ട് പോകുന്നു, അതിന്റെ ഇടയിൽ ഗ്ലാമർ മമ്മൂക്ക ഹരിദാസ് വന്നിട്ട് ഈ സാധനം നറേറ്റ് ചെയ്യുന്ന വേറൊരു രീതിയിലൊരു ട്രാൻസിഷൻ സംഭവിക്കും. അതല്ല, ഒരു 2 തോണിയാണ്. ഒരു തോണി അങ്ങോട്ട് പോകുന്നു, ഒരു തോണി ഇങ്ങോട്ട് വരുന്നു. ഇങ്ങോട്ട് വരുന്നത് ശവാണ്, അങ്ങോട്ട് പോകുന്നത് കല്യാണം. ഒരു ജീവിതവും അത് സിനിമയിൽ ആദ്യമായിട്ട് വന്ന നമ്മളെ സ്ട്രൈക്ക് ചെയ്യിപ്പിച്ചൊരു സാധനം. കണ്ടില്ല, എനിക്ക് തോന്നിയത് ഞാൻ അതിൽ അഭിനയിച്ച ആളാ. അതായത് ബോഡി എടുത്തിരിക്കുന്ന ഞാനാണ്, പെങ്ങളാണല്ലോ. അതെ. ഈ പിന്നെ ഈ ഇത് കഴിഞ്ഞ ശേഷമുള്ള ഈ 14 വർഷം എങ്ങനെയായിരുന്നു? ഒരു വലിയ മാറ്റം സമൂഹത്തിൽ നമ്മളെല്ലാരും തിരിച്ചറിഞ്ഞു തുടങ്ങി. അല്ല, സിനിമയ്ക്ക് പുറകെ ഓടാനുള്ള ഒരു പ്രചോദനം നമുക്ക് കിട്ടി. ഭയങ്കരമാണല്ലോ. കാരണം നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം കിട്ടുക എന്ന് പറഞ്ഞാൽ ആക്ടിംഗ് വർക്ക്ഷോപ്പ്, പിന്നെ നമ്മളത്
നമ്മുടെ ചില സുഹൃത്തുക്കൾ നല്ല ക്യാരക്ടർ ചെയ്തവർക്ക് ചില സിനിമകൾ വന്നു തുടങ്ങി. അതെ, കലിംഗാശേട്ടനൊക്കെ നിരന്തരം പടങ്ങൾ വന്നു തുടങ്ങി. അയ്യോ, കലിംഗ ശശിചേട്ടൻ അതിലേക്ക് വന്ന ഒരു കഥയുണ്ടല്ലോ. അത് ആക്ച്വലി ഞാൻ അതിന്റെ 1 വീക്ക് മുന്നേ കലിംഗ ശശിചേട്ടനെ കണ്ടിട്ടുണ്ട് ഒരു സ്ഥലത്ത്. അപ്പൊ ശശിചേട്ടനോട് ഞാൻ ഇങ്ങനെ വർക്ക്ഷോപ്പിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ശശിചേട്ടൻ എനിക്കൊരു പ്രതീക് കൗണ്ടറുടെ നാടകം അഭിനയിക്കാൻ പോകുന്ന ആ സമയത്താണ് ഇങ്ങനെ ഒരു അതിൽ അഭിനയിക്കല്ല. അപ്പം ജസ്റ്റ് ഇങ്ങനെ പുള്ളി നാടകക്കാരാണ്, നിങ്ങൾ അപ്പം ഇതില്ല, പുള്ളി അതിനെക്കുറിച്ച് അധികമൊന്നും പറഞ്ഞില്ല എന്നുള്ള സംഭവം. പിന്നെ ഈ പറഞ്ഞ സ്ഥലത്ത് നിന്ന് ശശിചേട്ടൻ ഇതിലുണ്ട്. എങ്ങനെയാണുള്ളത് വെച്ചാൽ ഇതിൽ വേലായുധം ചെയ്ത വിജയം വി നായരുടെ കാണാൻ വന്നതാണ്. കാണാൻ വന്നത് അപ്പോൾ പുള്ളി അവിടെ വന്ന് ലോണിലിരിക്കുകയാണ്. അതുവരെ പുള്ളിക്ക് ഇങ്ങോട്ട് വരാൻ ഒരു ഈഗോ സംഭവിക്കുന്നുണ്ടായിരുന്നില്ല. എന്നോട് അങ്ങനെ സംസാരിച്ചിട്ടില്ല ചേട്ടൻ, അതാണ് പറഞ്ഞു. അങ്ങനെ വന്നിരിക്കുമ്പോൾ വിജയ് വി നായർ എവിടെയെന്ന് ചോദിച്ചു. അകത്തോട്ട് കയറി പോകുന്നു. അവിടെ ഉണ്ട് എന്നാണ് ഞങ്ങൾ ക്യാമ്പ് ഒന്ന് വൈൻഡപ്പ് ചെയ്ത് വൈകിട്ട് സെഷൻ വൈൻഡപ്പ് ചെയ്ത് ഇപ്പൊ രഞ്ജു സാർ ലോണിലോട്ട് വന്ന് സിഗരറ്റ് വലിക്കാൻ വേണ്ടി വരുന്നു. അപ്പോൾ ശശികേട്ടൻ അങ്ങോട്ട് കയറി പോകുമ്പോൾ ഒരു മനുഷ്യൻ അങ്ങോട്ട് കയറി വിജയൻ വി നായരുടെ മനുഷ്യൻ വിളിച്ചു പറഞ്ഞ് പുള്ളിയോട് ചോദിച്ചു എങ്ങനെ പരിപാടി ഉണ്ടോ ചേട്ടൻ, സെപ്റ്റംബറിൽ എന്താ പരിപാടി ഉണ്ടോ ചോദിച്ചു. സെപ്റ്റംബറിലാണ് ഷൂട്ട് നടക്കുന്നത്, 2008 സെപ്റ്റംബറിൽ. അപ്പം ഒന്നുമില്ല, ആക്ച്വലി നാടകമുണ്ട്. അപ്പോൾ എന്നാ പിന്നെ സെപ്റ്റംബറിൽ വേറൊരു പരിപാടിക്ക് പോകരുത്, നമുക്ക് ചെയ്യാണ്ടെന്നാണ് ക്യാരക്ടർ. സത്യം പറഞ്ഞാൽ അതുവരെ ഞങ്ങളൊക്കെ ആദ്യം ക്യാരക്ടർ രഞ്ജി സാർ ഫിക്സ് ചെയ്ത് ഞങ്ങൾക്ക് പിന്നെ കിട്ടുന്നത്. പിന്നെ ഒരു ബാക്കിയുള്ള ക്യാമ്പിൽ ശശിയേട്ടൻ വരിക. അപ്പൊ എനിക്ക് ഇപ്പോ ശശിയേട്ടൻ മരണപ്പെട്ടു പോയി. അപ്പൊ എനിക്കിപ്പോഴൊരു ശശിയേട്ടൻ എന്നോടുള്ളൊരു നന്ദി എന്തായിരുന്നു വെച്ചാൽ എല്ലാവരും ഈ പലരുമണിക്ക് ബുക്ക് വായിച്ചിട്ടുണ്ട്. ശശിയേട്ടൻ്റെ അന്നത്തെ സാമ്പത്തിക സ്ഥിതിയിൽ ഈ ബുക്ക് വാങ്ങി വായിക്കാനുള്ള ഇതില്ല. അപ്പൊ ആക്ച്വലി ഞാനൊക്കെ എൻ്റെ ബുക്ക് ഓൾറെഡി വായിച്ചിട്ടുണ്ട്, എല്ലാവരും ബുക്ക് വാങ്ങിയിട്ടുണ്ട്, എല്ലാവരും വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ശശിയേട്ടൻ വായിക്കാൻ ബുക്ക് കൊടുത്തത് ഞാനാ. അതിൽ ഇത് അന്ന് തുടങ്ങിയ ഒരു കുറച്ചുകൂടി സൗഹൃദത്തിന് ആഴം പിന്നീട് ശശിയേട്ടനായിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും 14 ദിവസത്തെ ക്യാമ്പാണ് ശരിക്കും ഞങ്ങൾക്ക് എപ്പോഴും എടുത്ത് പറയാനുള്ളത്. ഏത് ഇങ്ങനെ സംസാരിക്കാൻ കിട്ടുന്ന സമയത്ത് നമ്മൾ ഭയങ്കര കണക്ഷൻ ഉണ്ടായല്ലേ. അല്ല, 14 ദിവസത്തെ ക്യാമ്പ് കഴിഞ്ഞിട്ട് അതിന് ശേഷം ഞങ്ങൾ അദ്ദേഹം വിട്ടിട്ടൊന്നുമില്ല. ഓരോ കാര്യത്തിനും വിളിക്കും, എന്നിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയും. അതല്ലാതെ ഞങ്ങൾ 31 ആളും കൂടിയിട്ട് ഒരു ഗ്രൂപ്പായി പാലേരി കൂട്ടം എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് മാനാഞ്ചിറ സ്ക്വയറിൽ ഞങ്ങൾ ഒരു കൂട്ടം ഇരിക്കും, എന്നിട്ട് ഓരോ പരിപാടികളൊക്കെ നടത്തും. അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അത് മരണപ്പെട്ടു. 8 പേര് അടക്കം 8 പേരും ഇപ്പൊ തന്നെ ചിലർക്ക് അസുഖം ആയിട്ടൊക്കെ ചിലർ അവശ നിലയിലൊക്കെ വലിയ മാറ്റം. അതല്ല, വേറെ കാര്യമുണ്ട്. അത് കുറച്ച് ആൾക്കാർ കുറച്ച് പ്രായം ഉണ്ടെന്ന്. എന്റെ അച്ഛനായിട്ട് അഭിനയിച്ച ഹരിദാസൻ ഹരിദാസൻ മാഷ് അന്ന് നല്ല 70 ഏജ് ഉണ്ട്. അപ്പം ഈ അതിനുശേഷം ഞങ്ങളെല്ലാവരും കൂടെ രഞ്ജി സാറിന് ഒരു ട്രീറ്റ് കൊടുത്തു. ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തന്നില്ലേ. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് കുറച്ച് പൈസക്ക് എടുത്ത് രഞ്ജി സാറിന് അങ്ങോട്ടൊരു ട്രീറ്റ് കൊടുത്ത്, ആ ട്രീറ്റ് കൊടുത്ത ദിവസം ഞാൻ ഒരു നാടകം കളിച്ചു. ഞാൻ ഒറ്റയ്ക്ക് കളിക്കുന്ന ഒരു 10,000-3000 വേദി കളിച്ച നാടകം അന്ന് അവിടെ കളിച്ച്. തെരഞ്ഞെടുപ്പ് എന്നതിന്റെ പേര്, ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ കഥ പറയുന്ന ഒരു സാധനം. അത് എല്ലാവരും റിലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ജീവിതം അങ്ങനെ പച്ചയായിട്ട് വെച്ചിരിക്കുന്ന ഒരു നാടകമാണ്. അത് കണ്ട് സാറ് പറഞ്ഞു ഇതൊരു ഇന്റർനാഷണൽ ലെവലുള്ള പെർഫോമൻസ് ആണ് എന്ന് പറഞ്ഞു. എൻ്റെ ആശാൻ കുളൂർ സാറിനോട് പറഞ്ഞു. അതിനുശേഷം പെട്ടെന്ന് തന്നെ വിളിച്ചിട്ട് ട്രിവാൻഡ്രം ക്ലബ്ബിൽ കൊണ്ടുപോയിട്ട് കളിപ്പിച്ചു. അവിടെ കൊണ്ടുപോയി കളിപ്പിച്ചപ്പം എല്ലാവരും കുറച്ച് മദ്യവും കാര്യമൊക്കെ ആയിട്ട് ഇരിക്കുന്ന ഒരു പാർട്ടിക്ക് നടക്കുന്ന സ്ഥലത്താണ്. അപ്പം നാടകം നടക്കുന്ന സമയത്ത് രഞ്ജി സാർ അനൗൺസ് ചെയ്തൊരു കാര്യമുണ്ട്. അവിടെ വാതിൽ ഞാൻ തുറന്നിട്ടുണ്ട്, ആർക്ക് വേണമെങ്കിൽ ഇപ്പോൾ പോവാം. നാടകം തുടങ്ങിക്കഴിഞ്ഞാൽ വാതിൽ ക്ലോസ് ചെയ്യും. പിന്നെ ഒരു കുട്ടിക്ക് വിടുന്ന ഒരു കസാര നിരക്കാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെയാണ് ഇവിടെ ഇരുന്നാൽ മതി. കാരണം നിങ്ങളിത് ഒരുപാട് പെർഫോമൻസുകൾ ചെയ്യുന്ന ആളാണ്, ഇത് ഒരു വേറിട്ട പെർഫോമൻസാണ്, അതിനാണ് ഞാൻ ഇതിവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് നിർബന്ധമായിട്ടും അടങ്ങിയിരിക്കാൻ പറ്റാത്തവർ പോകണം. ആ പെർഫോമൻസ് കഴിഞ്ഞപ്പോൾ ഭയങ്കര ചർച്ചയായി എല്ലാം. അങ്ങനെ ഒരുപാട് നമ്മളെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് സാറ്. അത് മമ്മൂക്കൻ്റെ മുമ്പ് കാണിച്ചു. മമ്മൂക്കയും പറഞ്ഞു ഇതേപോലെ തന്നെ എനിക്കൊരിക്കലും ചെയ്യാൻ പറ്റില്ല ഇതെന്ന് പറഞ്ഞു മമ്മൂക്ക. അപ്പോൾ അത് മമ്മൂക്ക പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ നാടകമല്ലല്ലോ ചെയ്യുന്നത്, നമുക്ക് അദ്ദേഹം ചെയ്യുന്നത് ആലോചിക്കാൻ കൂടി പറ്റൂ. എത്ര തപസ് ഇരുന്നാലും നമുക്ക് ഇനി എത്ര ഉണ്ടെന്ന് അറിയാം. എത്ര കാലം ഇരുന്നാലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് അങ്ങനെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നാടകമായതുകൊണ്ട് ഇതൊരു വലിയ രീതിയിലുള്ള പെർഫോമൻസ് ആണെന്ന് അങ്ങനെ മുഴുവനും പറഞ്ഞിട്ടുണ്ട്. 5 കഥാപാത്രം ഞാൻ അവതരിപ്പിച്ചിരുന്നു. ഇത് ലോക നിലവാരമുള്ള അഭിനയമാണ്. നമുക്കിത് ദുൽഖറിൻ്റെ യൂട്യൂബിലിടാം.
പുറം ചോലവും കാട്ടൽ ഈ സിനിമയിൽ ഇത്തിരി അതിന്റെ ഭാഗങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അങ്ങനെ പറയാനുള്ള മനസ്സല്ലേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയും വലിയൊരു അതൊക്കെ ഞാൻ പുഴുവിന്റെ ഇന്റർവ്യൂ എത്ര തവണ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ. കാരണം അത് അഭിമാനത്തോടു കൂടിയാ പറയുന്നത്. അങ്ങനത്തെ ഒരു മനസ്സുള്ള ഒരാള്, ഇത്രയും ഉയരത്തിൽ നിൽക്കുന്ന ഒരാള്, അങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെ എൻട്രി ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാലേ, ഒരാളെ കൂടെ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ തന്നെ. എങ്ങനെയുണ്ടായിരുന്നു IFFA അവാർഡ് മേടിച്ച കാതലിന്റെ ഇത് ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആയിട്ട് വന്നു. ഒരു ഗംഭീര ക്യാരക്ടറായിരുന്നു, ഒരു ഗേ ക്യാരക്ടർ. ബെസ്റ്റ് ഇതും വന്നു, ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് വന്നു. അപ്പൊ അങ്ങനെ സന്തോഷമുണ്ട്. പിന്നെ മമ്മൂട്ടി കമ്പനിയാണ് ചെയ്ത കണ്ണൂർ സ്ക്വാഡിന് അതിലെ അർജുൻ രാധാകൃഷ്ണൻ ചെയ്ത ക്യാരക്ടർ നെഗറ്റീവ് ബെസ്റ്റ് പെർഫോമൻസ് നെഗറ്റീവ് റോളും പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു സന്തോഷം. അർജുൻ രാധാകൃഷ്ണൻ നമ്മുടെ സ്വീകരിച്ചു ഇന്നലെ എത്തിയിട്ടുള്ളൂ. അതുപോലെ ഈ പാർവതിയുടെ കൂടെ അഭിനയിച്ചപ്പം എങ്ങനെയുണ്ടായിരുന്നു? ഈ പാർവതിയും ഈ പറയുന്ന പോലെ ഒരു ഉഗ്ര നടിയാ. നമ്മൾ മലയാളത്തിൽ ഇപ്പം മുന്നിട്ട് നിൽക്കുന്ന ഏറ്റവും, ഞാൻ അവരെയാണ് പറയാ, ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന, വരികൾക്കിടയിൽ വായിച്ചിട്ട് അതിന്റെ സത്വം ഉൾക്കൊണ്ടുകൊണ്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ ഉയരത്തിലുള്ള നടി തന്നെയാണ്. അവരുടെ കൂടെ അഭിനയിക്കുന്നത് നമ്മളെ വലിയ ഭാഗ്യമല്ലേ. ഭർത്താവായി എന്ന് പറയുന്നത് തന്നെ വലിയ ഭാഗ്യമല്ലേ. ഭർത്താവ് ആ സ്ഥാനം വലിയ കാര്യം തന്നെയാണ്. അത് ശരിക്കും അതിൽ റോള് നല്ല ഗംഭീരാണ്, ഉഷാറാന്ന് പറഞ്ഞ് പാർവതി തിരുവോത്തിന്റെ ഭർത്താവാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും ഞെട്ടി. പക്ഷെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ 30 വർഷമായിട്ട് ഇതിനു വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം പിന്നെ എന്നോട് നമുക്ക് എന്നെ കൂടെ അഭിനയിക്കുന്നതിന് പേടിയുണ്ടോ, പാർവതിയുടെ കൂടെ അഭിനയിക്കാൻ പേടിയുണ്ടോ, അതെനിക്കില്ല. അത് നമുക്ക്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ ഒരു പേടി വരും. ആ പേടി എന്ന് മാറുന്നോ അന്ന് ആ കല നന്നാവില്ല. കാരണം നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം അവിടെ നിൽക്കും. ആ പേടി അവിടെ ഉണ്ടാവും. അപ്പൊ ക്യാമ്പിലൊക്കെ ചോദിക്കും, നിങ്ങൾ പേടിച്ചില്ലേ? ഞാൻ പറഞ്ഞു പേടിച്ചു. അപ്പൊ നമുക്ക് ഞങ്ങൾ ക്യാമ്പിൽ ഒന്ന് പറഞ്ഞാൽ എന്താ, സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ആക്ഷൻ വരുമ്പോഴത്തെ ഈ ഫിലിമിന്റെ പറഞ്ഞൊരു സാധനം അപ്പൊ ഒരു കാളൽ ഇങ്ങോട്ട് വരുന്ന നമുക്ക് പറഞ്ഞു. അതിനെ അതിജീവിച്ച് സംസാരിച്ചിട്ടാണ് ഇപ്പൊ എനിക്ക് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുന്നത് എന്നാണ് മമ്മൂക്ക പറഞ്ഞത്. മമ്മൂക്ക പറഞ്ഞ വേറൊരു കാര്യം കൊണ്ട്, മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ മലയാള സിനിമക്ക് ആവശ്യമില്ല, മലയാള സിനിമ എനിക്കാണ് ആവശ്യം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കും. ഞങ്ങള് രണ്ടുപേരും ചെയ്തതാണ്, 31 ആള് ചെയ്തതാണ്. മമ്മൂക്ക പറഞ്ഞതിന്റെ വഴിയുടെ പിന്നാലെ കൂടിയിട്ട് നമുക്ക് ഇത്രയും സിനിമ, ഞാൻ ഇപ്പൊ ഏകദേശം 94 സിനിമ ചെയ്തു. പുഴയാകുമ്പോഴത്തെ 90 ആയിരുന്നു. അതിനുശേഷം 4 5 സിനിമ ഇപ്പൊ ചെയ്തു. അത് എങ്ങനെയാ വെച്ചാൽ ഇന്ത്യൻ റുപ്പി സംഭവിച്ചപ്പോ നന്നായിട്ട് വന്നു പടം. കുറേ ചെയ്തിരുന്നു, ഒക്കെ ചെറിയ ചെറിയ സാധനങ്ങളാണെങ്കിലും. അതിന്റെ ഇടയ്ക്ക് ഞാൻ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്ത് അതിൽ യൂത്ത് ഐക്കൺ സംസ്ഥാന അതിലെനിക്ക് അത് രഞ്ജി സാറിന്റെ ഇതേപോലെ തന്നെ ഇതേപോലത്തെ നോവല്, ഇദ്ദേഹത്തിന്റെ TP രാജീവ് സാറിന്റെ നോവല്, KTM കോട്ടൂരിന്റെ എഴുത്തും ജീവിതവും പറഞ്ഞ സാധനം. ദുൽഖർ ആ കഥാപാത്രം അതിലും ഒരുപാട് നാടകക്കാരാ. അതിലൊക്കെ പിന്നീടുള്ള സിനിമകൾ മാക്സിമം ചേർത്തൂല്ലേ. അതിൽ ഉഗ്രം കഥാപാത്രമായിരുന്നു. 3 കാലഘട്ടം കാണിക്കുന്നത്. ഒരു 40 വയസ്സ്, 60 വയസ്സ്, 90 മരിക്കാത്ത ഒരാളായിട്ട്. അതിൽ നമുക്ക് യൂത്ത് ഐക്കൺ സംസ്ഥാന അവാർഡ് കിട്ടിയിരുന്നു. പക്ഷെ അവാർഡിന്റെ ദിവസം അവിടെ ഇങ്ങനെ ശിവൻകുട്ടി കമ്പ്യൂട്ടർ ചവിട്ടി പൊളിക്കായിരുന്നു. അതുകൊണ്ട് മൊത്തത്തിലൊരു രാഷ്ട്രീയ പരിപാടി അവിടെ നടന്നത്. വാർത്ത മൊത്തം അങ്ങ് പോയി. കട്ട് ചെയ്യാൻ വേണ്ടി പറയാം. കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ എന്തായാലും പാലേരി മാണിക്യം പാതിര കൊലപാതകത്തിന്റെ കഥ എന്ന് പറയുന്ന സിനിമ 15 വർഷത്തിന് ശേഷം ഇറങ്ങുമ്പോൾ 15 വർഷത്തിന് ശേഷം ഇങ്ങോട്ടുള്ള ജനറേഷൻ ഉണ്ട്, അവർക്ക് ഈ സിനിമ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഞാനൊരു കാര്യം ചോദിക്കാം. ഈ പാലേരി മാണിക്യം ഇറങ്ങി നമ്മൾ തിയേറ്ററിൽ പോയി കാണുവാണല്ലോ 14 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ആദ്യത്തെ പടം. ആ എക്സ്പീരിയൻസ്, അത് വിജയിച്ചു കഴിഞ്ഞപ്പോഴുള്ള ആദ്യം ഒരു ഷോ ഉണ്ടായിരുന്നു നിങ്ങൾക്കായിട്ട് മാത്രം അല്ല. ആദ്യം ഒരു ഷോ ഞങ്ങൾ ആക്ച്വലി മാറ്റിനി എന്താണ്, ആദ്യം മോർണിംഗ് ഷോ ഉണ്ടായിരുന്നു. മോർണിംഗ് ഷോയിൽ റിലീസിൻ്റെ അന്ന് മോർണിംഗ് ഷോ ഒക്കെ പടത്തെക്കുറിച്ച് വമ്പൻ അഭിപ്രായം വന്നുകൊണ്ടിരിക്കുന്നു.
പിന്നെ ഞങ്ങൾ ഈ ടീം കംപ്ലീറ്റ് ഞങ്ങൾക്കൊരു യൂണിഫോം ഒക്കെ ഉണ്ടായിരുന്നു. ശരി. ആക്ഷൻ വർക്ക്ഷോപ്പിൽ ആ യൂണിഫോം ഇട്ട് എല്ലാവരും കാണാൻ വന്ന് ഞങ്ങൾ കോഴിക്കോട് കൈരളി സ്ട്രീയിൽ കൈരളിയിൽ വന്നിട്ടാണ് കാണുന്നത്. അത് അന്ന് കണ്ടിറങ്ങുമ്പം പുറത്ത് എല്ലാ മീഡിയയും വന്ന് വെയിറ്റ് ചെയ്യുന്നു. സിനിമ ഓൾറെഡി ഭയങ്കര ടോക്കായി, ആ രീതിയിൽ സക്സസ് എന്നുള്ളൊരു ഇത് വന്നു. അപ്പോൾ അത് ഭയങ്കര എക്സ്പീരിയൻസ്. പിന്നെ ഞങ്ങളെ ട്രിവാൻഡ്രത്ത് കൊണ്ടുപോയി സാറ് 31 ആളുകൾ പ്രൊമോഷൻ പരിപാടികൾ ഇതേപോലെ തന്നെ പ്രൊമോഷൻ പരിപാടികൾ കുറേ ചെയ്തു. അതൊക്കെ ആദ്യത്തെ അനുഭവമല്ലേ, ജീവിതത്തിൽ നാടകം കളിച്ച് നടന്ന ഒരാള്. ഞാനൊരാളെ എൻ്റെ കഥ പറയുന്നു, 31 എക്സ്പീരിയൻസ് പറയാനുണ്ടാവും. അത് അങ്ങനെ ഒരു വലിയ കാര്യമായിരുന്നു. ഞങ്ങൾക്ക് എന്തായാലും അന്ന് വലിയൊരു നിധി കിട്ടിയ ഒരു അനുഭവമായിരുന്നു. ആ നിധി കൊണ്ട് നമ്മൾ 14 കൊല്ലം ജനറേഷൻ ഒരു നിധി എന്ന രൂപത്തിൽ കാണാൻ പറ്റുന്ന സിനിമയായിരുന്നു. പലരും മണിക്ക് ഒരു വണ്ടർഫുൾ പെർഫോമൻസ് ഓഫ് മമ്മൂക്ക എന്നുള്ളത് കൊണ്ടാണ് അത് വേറൊരു ലെവലിൽ കിടക്കുന്നു. അത് പിന്നെ പിന്നെ ആ സിനിമയ്ക്കുള്ള മറ്റു ഗുണങ്ങൾ എല്ലാം കൊണ്ടും തിയേറ്ററിൽ ഒരിക്കൽ കൂടി വാച്ച് ചെയ്യാനുള്ള ഒരു പാഠപുസ്തകം കൂടിയാണ്. ശരിക്കും ഒരു കല എന്ന് പറയുമ്പോൾ നാടകമായാലും സിനിമയായാലും ഡാൻസ് ആയാലും പെർഫോമൻസ് ആണ് ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ട് മുമ്പിൽ നിൽക്കുക, ആളുകളുടെ മനസ്സിൽ പതിയ. അത് പെർഫോമൻസ് കൊണ്ട് സമ്പന്നമാണ് ഈ സിനിമ. പിന്നെ ഇതൊക്കെ പറഞ്ഞ പാട്ട് ഡാൻസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു പാട്ടും കൂടെ പാട്ട് വേണം. പാട്ട് നമുക്ക് കംഫർട്ട് ആയിട്ടുള്ള ഒരു പാട്ട്. 2-3 വരി പഠിക്കും. എനിക്ക് ഞാൻ ഗായകനല്ല, വെള്ളി ഒരു കുഴപ്പമില്ല. എനിക്ക് പാട്ട് പാടാൻ അറിയില്ല. അപ്പൊ പാടും. ഇല്ല, ഞാൻ പാടില്ല. ഇല്ല, നിങ്ങള് പാട്ട് പാടിയിട്ട് ഞാൻ പറഞ്ഞിട്ടൊരു പാട്ട് പാടുന്നില്ല. പാട്ട് വെള്ളി വീഴും. അല്ല, ഈ കഴിഞ്ഞ ഈ സ്റ്റേഷനിൽ ഒരു പാട്ടൊക്കെ പാടിക്കും. അത് അത്ര നന്നായില്ല. ശ്രദ്ധിക്കപ്പെടണം നിങ്ങൾ. നമുക്കത് അതൊഴിവാക്കാം ഈ സെഷനിൽ. കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ അപ്പൊ എന്തായാലും പലരുമാണിക്യം വൻ വിജയമാവട്ടെ. പുതിയ മലരുമാണിക്യം വൻ വിജയമായിട്ട് വലിയൊരു ഹിറ്റായിട്ട് 4K വന്നേ. അതെ 4K ആ ഫീൽഡില് എല്ലാവരും കാണട്ടെ. അതിന്റെ മമ്മൂട്ടിയുടെ അല്ലെങ്കിൽ മമ്മൂക്കയുടെ പെർഫോമൻസ് എല്ലാവരും ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാനല്ലേ നിങ്ങളെ എല്ലാവരും കാണുന്നു. വീണ്ടും പഴയ 14 വർഷം മുമ്പുള്ള നിങ്ങൾ വീണ്ടും തിയേറ്ററിൽ ഭയങ്കര മാറ്റം. ആന്റി ആയിട്ട് അഭിനയിച്ചത് ഞാനായിരുന്നു കേട്ടോ എന്ന് പറയേണ്ടി വരും. പക്ഷേ മാറ്റമൊന്നുമില്ല. അല്ലേ, ചെറിയ മാറ്റമേ ഉള്ളൂ. ഇങ്ങനെ മമ്മൂക്കെ കണ്ടു പഠിച്ചതാ. അപ്പൊ അങ്ങനെ അപ്പൊ എല്ലാവിധ ആശംസകളും വീണ്ടും വളരെ ആയിട്ട്. പുതിയ പ്രൊജക്ടുകൾ എന്തൊക്കെയാ? പുതിയ പ്രൊജക്റ്റ് ഇപ്പം എൻ്റെ ഇതേപോലെ തന്നെ ഒരു സംഭവം, അതായത് കഥ ഇന്ന് വരെ എന്ന് പറയുന്ന സിനിമയിൽ അത് 4 പ്രണയത്തിന്റെ കഥ പറയുന്ന സിനിമയാണത്. ഇതുവരെ നമ്മൾ കണ്ട സിനിമയിൽ നിന്ന് നല്ല വ്യത്യാസമുള്ള ഒരു സിനിമയാണ്. ഞാൻ കണ്ടിട്ട് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു 10-40 വയസ്സിന് മുകളിലേക്കുള്ളവർക്കാണ് കറക്റ്റായിട്ട് ഇഷ്ടപ്പെടുക, കൺവേ ആവുക. എനിക്ക് താഴേക്കുള്ളവർക്കൊക്കെ ചെറുതായിട്ട് അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ തോന്നും. പക്ഷേ എന്ത് പറഞ്ഞാലും വലിയ 2 പടത്തിൻ്റെ ഇടയിൽ സിനിമ കുറച്ച് ആൾ കുറഞ്ഞു, ഒരാഴ്ച ഓടിയുള്ളൂ. പക്ഷെ എൻ്റെ കഥാപാത്രം പുഴുവിൽ ഞാൻ ചെയ്ത കഥാപാത്രത്തിൻ്റെ മുകളിലാണ് എന്ന് പറഞ്ഞ റിപ്പോർട്ടുകൾ ഒരുപാട് വന്നു, കുറേ റേറ്റപ്പ് വന്നു കുറേ. പക്ഷേ അത് എല്ലാവരും കാണുന്ന രീതിയിൽ സ്ക്രീൻ പ്രസൻസ് കിട്ടിയില്ല എന്നുള്ളൊരു വേദനയുണ്ട്. അത് ഒ ടി ടി എന്ന് പറയുന്നൊരു കാര്യം നമ്മളെ മുമ്പിലുണ്ട്. ഇനിയിപ്പം നായകന്മാരെ തെരഞ്ഞു പോകുന്ന സിനിമാക്കാർക്ക് നമുക്ക് ആകെ ആശ്വസിക്കാനുള്ളത് OTT ആണ്. നമ്മളെപ്പോലെയുള്ള ആൾക്കാരൊക്കെ വെച്ച് വലിയ പ്രധാന കഥാപാത്രമൊക്കെ തന്നിട്ട് ചിലപ്പം ചെയ്യിപ്പിക്കാൻ OTT ഉള്ളത് കൊണ്ട് നടന്നേക്കാം. അത് പ്രത്യാശയാണ്. അതേപോലെ OTT കാണേണ്ടി വരും ഈ പറയുന്ന സിനിമ. അത് നല്ല പെർഫോമൻസ് ഉള്ളൊരു സിനിമയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കഥാപാത്രമാണ്. വളരെ അധികം സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ള ഒരു വിക്കനായ ഒരു റോളാണ്. നല്ല അഭിനയത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളൊരു കഥാപാത്രമാണ്. നരിവേട്ട നല്ല ടോവിനോടെ കൂടെ ചെയ്തിട്ടുണ്ട്. അതിന് കുറച്ച് ഷൂട്ട് എൻ്റെ പോർഷൻസ് കഴിഞ്ഞു. ഷൂട്ട് പിന്നെ എൻ്റെ 2 വെബ് സീരീസ് മാസം പകുതിയിൽ തുടങ്ങുകയുള്ളൂ.
അപ്പൊ അങ്ങനെ സജീവമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. പോയേ പറ്റുള്ളൂ, വേറെ ജോലിക്ക് ഇനി ആരും വിളിക്കില്ല. വേറെ ഒന്നും അറിയത്തില്ല അത്. പുഴു കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇത്രയും വലിയ പെർഫോമൻസ് ചെയ്തിട്ട് ഇനി നമ്മൾ എന്ത് തരാനാണെന്ന് ചോദിച്ചിട്ട് കുറെ കാലം വീട്ടിൽ ഇരിക്കേണ്ടി വന്നു. അതിന്റെ ഇടയിൽ ഒരു 5-6 സിനിമ ചെയ്തു, അത് നമ്മളെ ബോണസായി കാണുന്നു. പക്ഷേ നമ്മളെന്താ അങ്ങനെ ഒരു സംഭവം വരുമ്പം 32 ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ നമ്മളെന്താ വിചാരിക്കുക, രക്ഷപ്പെട്ടു ഈശ്വര, നാളെ എനിക്ക് കുറെ സിനിമ കിട്ടും. നമുക്ക് ആകെയുള്ള സ്റ്റാറാവലല്ല, ജോലി കിട്ടുക എന്നുള്ളത്. അഭിനയ തൊഴിലാളിയാണ് ഞാൻ. അപ്പോ എല്ലാവിധ ആശംസകളും. പടം ഗംഭീരമാവട്ടെ. ഒരുപാട് എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഇതൊരു നിങ്ങളുടെ ഏറ്റവും വലിയ അനുഭവമായിരിക്കും. ഇത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ടെക്സ്റ്റ് പുസ്തകമാണ്. നിർബന്ധമായിട്ടും പുതിയ ഫോർമാറ്റിൽ വരുന്ന ഈ പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിൻ്റെ സിനിമ നിർബന്ധമായിട്ട് പോയി കാണുക, വിജയിപ്പിക്കുക. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും, നിങ്ങൾ 2 പേർക്കും ഒരുപാട് നന്ദി. ഓക്കെ.